തൃശൂർ പൂരം കലക്കിയത് മന്ത്രി കെ രാജനും വി.എസ്. സുനിൽകുമാറും ചേർന്നാണെന്ന് ബി.ജെ.പി. തിരുവമ്പാടി ദേവസ്വത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തി മന്ത്രിയെയും മുൻ മന്ത്രിയെയും രക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. കമ്മീഷണറെയും എ.ഡി.ജി.പിയെയും ഇപ്പോൾ സർക്കാർ വെള്ളപൂശുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. 2024 തൃശൂർ പൂരം അലങ്കോലമായത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക പോലീസ് സംഘം സമർപ്പിച്ചപ്പോൾ കുറ്റം മൊത്തം തിരുവമ്പാടി ദേവസ്വത്തിന് മേൽ ചാരിയിരിക്കുകയാണ്. എ.ഡി.ജി.പിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പോലീസിന് ക്ലീൻ ചിറ്റാണ്. പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. തിരുവമ്പാടി ദേവസ്വത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള റിപ്പോർട്ട് വന്നതിന് തൊട്ടുപിന്നാലെ വലിയ പ്രതിഷേധമാണ് തൃശൂരിൽ ഉയരുന്നത്. പൂരം നടത്തിപ്പുകാരെ തന്നെ കുറ്റക്കാരാക്കി യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണിതിന് പിന്നിലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഒപ്പം കമ്മീഷണറെയും എ.ഡി.ജി.പിയെയും വെള്ളപൂശാനുണ്ടാക്കിയ റിപ്പോർട്ടാണെന്നും പൂരപ്രേമികൾ ആരോപിക്കുന്നു. പൂരം കലക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചവർ മന്ത്രി കെ രാജനും മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാറുമാണെന്ന ആരോപണവുമായി ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നു. ഇവരെ പ്രതി ചേർത്ത് കേസെടുക്കാൻ തയ്യാറാവണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർത്തുകൊണ്ട് ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യമാണ്. റിപ്പോർട്ട് തയ്യാറാക്കിയതുകൊണ്ടാണത് പത്രമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വെളിയിൽ വിടാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്, അന്വേഷണ കമ്മീഷനുണ്ട്. അതുകൊണ്ട് ആ റിപ്പോർട്ട് അവർ വെളിയിൽ വിടണം. ഒന്ന്, തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട പൂര കമ്മിറ്റിക്കാരെയാണ് തടഞ്ഞത്. തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട പൂര വിഷയങ്ങളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റവന്യൂ മന്ത്രി രാജനാണ് ഈ കേസിലെ പ്രതി. വി.എസ്. സുനിൽകുമാറും രാജനും ചേർന്ന് നടത്തിയ അട്ടിമറിയാണ് തൃശൂർ പൂരം കലക്കാൻ കാരണം. അതുകൊണ്ട് വി.എസ്. സുനിൽകുമാറിനെയും മന്ത്രി രാജനെയും പ്രതി ചേർത്ത് കേസെടുക്കണം. തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ദേവസ്വം ഭാരവാഹികളെയും വിശ്വാസികളെയുമാണ് പോലീസ് അന്ന് തല്ലിയത്. പ്രതികളെ രക്ഷിക്കാൻ വാദിയെ പ്രതിയാക്കുകയാണെന്നും ഇതിന് പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ടെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ദേവസ്വത്തിനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ബി.ജെ.പി. മുന്നറിയിപ്പ് നൽകി. പൂരവുമായി ബന്ധപ്പെട്ട് 2024 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണ സംഘം 16 മാസങ്ങൾക്ക് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. തൃശൂർ പൂരവും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെയാണ് പൂരം നടത്തിപ്പുകാരെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ടുള്ള സർക്കാർ നീക്കം. എന്നാൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ പൂരപ്രേമികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് പകരം ഇഷ്ടക്കാരെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും പൂരപ്രേമികൾ ആരോപിക്കുന്നു. പൂരം കലക്കൽ ഉണ്ടായത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമാണെന്നും ദേവസ്വത്തെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറും വ്യക്തമാക്കി. ജനം, തൃശൂർ.